ഇത് PVC അല്ല. അല്ല PVC അല്ല, ഓ, ശരി. ഇരുമ്പും അല്ല. ആഹാ. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇതും കൃഷിക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്പ്രിംഗ്ലർ, അതായത് എപ്പോഴും നനയുന്ന അവസ്ഥയിൽ എല്ലാ കൃഷിക്കും നമുക്ക് നനവ് ആവശ്യമാണ്. അതെ അതെ. ആ നനയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇരുമ്പാണെങ്കിലും പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. പോവും. പച്ചക്കറി കൃഷിക്ക് താങ്ങുകാലുകളായിട്ട് നല്ലതാണ്. സാധാരണ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരുമ്പ് കമ്പികൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് റസ്റ്റ് ഫ്രീ, വെയിറ്റ്ലെസ്, തുരുമ്പടിക്കത്തില്ല, ഇല്ല, വെയിറ്റും ഇല്ല. നമ്മുടെ പച്ചക്കറി കൃഷിയിൽ താങ്ങുകാലുകൾ അത്യാവശ്യമാണ്. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ വഴുതനയാണിത്. വഴുതനയെല്ലാം പലതും ഇതുപോലെ കുറച്ച് വലുതായി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കായ്ഫലമൊക്കെ കൊണ്ട് ഇതങ്ങ് താന്നു പോകും. നമുക്ക് നല്ലൊരു താങ്ങ് കൊടുക്കണം. തക്കാളിയൊക്കെ ആണെങ്കിൽ താങ്ങാലില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനും പറ്റത്തില്ല. ശരിക്കും നമ്മൾ സാധാരണ അതിന് ചെയ്യുന്നത് ഇതുപോലെ ഇരുമ്പ് കമ്പിയോ അല്ലെങ്കിൽ കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, ഇരുമ്പ് സാധനമാണെങ്കിൽ ഈ പച്ചക്കറിക്ക് നല്ല വെയിൽ വരുന്ന സമയത്ത് പച്ചക്കറി ഡയറക്റ്റ് ഇതേ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതിന് വേരുൾപ്പെടെ അത് നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പച്ചക്കറിക്കും അത് കേടാണ്. തടിയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ അത് നശിച്ചു പോകും. അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ നല്ലൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാം. അതിന് ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഷൈൻ സ്റ്റാറിൻ്റെ ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും. താങ്ങുകലകളായിട്ട് മാത്രമല്ല, കൃഷിയിടങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഷിബു സാറാണുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖം തന്നെ. നമ്മുടെ ഈ ഷൈൻ സ്റ്റാർ പുതിയ പുതിയ സാധനങ്ങൾ കൃഷിയിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ? ഇത് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റിൽ ഉണ്ടാക്കുന്ന ഇത് റീബാറാണ് ശരിക്കും. ഓ ശരി. അതുപോലെ തന്നെ ഇതിന്റെ പൈപ്പുകളുണ്ട്. അതായത് ഫൈബർ ഗ്ലാസിന്റെ കുറെ ഐറ്റംസ് ഇപ്പം എന്താണ് ഷൈൻ സ്റ്റാറിന്റെ ഇറങ്ങുന്നുണ്ട് ഫൈബർ ഗ്ലാസിന്റെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മെറ്റീരിയൽ കോൺക്രീറ്റിനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇത് കൃഷിമേഖലകളിൽ കുറേ സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണത്തില്ല. ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ? ഇത് ഗ്ലാസ് ഫൈബർ. ഗ്ലാസ് ഫൈബർ നമ്മുടെ സാധാരണ ഗ്ലാസിന്റെ ഫൈബറും പിന്നെ റെസിൻ എന്ന് പറയുന്ന ഒരു പശക്കൂട്ടിൽ നിന്നും കൂടിയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇത് എന്തിനാ സാധാരണ ഉപയോഗിക്കുന്നത്? സാധാരണ ഉപയോഗിക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഉപയോഗിക്കുന്നത്. കൺസ്ട്രക്ഷന് വേണ്ടി കമ്പിക്ക് പകരമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഐറ്റമാണ്. അതേപോലെ തന്നെ ഇതിന്റെ പൈപ്പുകളുണ്ട്, ഫിറ്റിംഗ്സ് ഉണ്ട്. ഓ ശരി. ഐറ്റംസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് റസ്റ്റ് ഫ്രീ, വെയിറ്റ്ലെസ്, തുരുമ്പടിക്കത്തില്ല, ഇല്ല, വെയിറ്റും ഇല്ല. ഓക്കെ. ഇത് വളരെ ഇതാണ്. അതെ, ശരിക്കും ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറി കൃഷിക്ക് താങ്ങുകാലുകളായിട്ട് നല്ലതാണ്. സാധാരണ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരുമ്പ് കമ്പികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് പലരും ചോദിക്കാറുണ്ട്, ഇത് ചൂട് പിടിക്കുമ്പോൾ നമ്മുടെ പച്ചക്കറി അല്ലെങ്കിൽ തക്കാളി എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് താഴത്തോട്ട് ഇതിൻ്റെ വേര് എല്ലാം മുട്ടുമ്പോഴത്തേക്ക് ഇതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതിനെല്ലാം നമുക്കിത് ഉപയോഗിക്കാം അല്ലേ? ഉപയോഗിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ, അതായത് പെസ്റ്റിസൈഡ്സ്, ഇതിലൊന്നും എഫക്ട് ആകാത്ത സാധനം. ഗ്ലാസ് ഇപ്പം നമ്മൾ കെമിക്കൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വ്യത്യാസം ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അതായത് ഇത് തുരുമ്പ് പിടിക്കില്ല, ചൂടാവില്ല, കെമിക്കൽ എഫക്റ്റ് ഇല്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇത് ഏതൊക്കെ കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അതായത് കൃഷിമേഖലകളിൽ കുറെ കൃഷിക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് മുന്തിരി തൊട്ടിട്ട് മുന്തിരി, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സ്, പച്ചക്കറികള്, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ പെപ്പറിന് ഉപയോഗിക്കാം. ഞാൻ പെപ്പറിന്റെ വീഡിയോ ഇത് വെച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതെ അതെ തീർച്ചയായും. ശരിക്കും ഇത് ഈ പറഞ്ഞതുപോലെ നമ്മള് പെപ്പറിനൊക്കെ ആണെങ്കിലും PVC ക്രോസ് കൊടുക്കുന്നത് മുൻപ് ഇരുമ്പായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും തുരുമ്പടിക്കുന്നു. അത് പിന്നെ പെപ്പറിന് വരെ അതിന്റെ ആ വള്ളി കരിഞ്ഞു പോകുന്നൊരു വിഷയം വരെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് കർഷകർ ഇതിലേക്ക് തിരിഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ സാധനം അതിന് ബെസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം തിക്നെസ്സിലുള്ള ഐറ്റംസും ഉണ്ട്. എത്ര വെയിറ്റ് വന്നാലും നമുക്ക് ഒടിയാത്ത രീതിയിലുള്ളതുണ്ട്. ഇത് പല വലിപ്പത്തിലുള്ളത്, പല തിക്നെസ്സിലുള്ള, അതായത് ഒരു 6 mm തൊട്ടിട്ട് ഏകദേശം 32 mm വരെ നമ്മുടെ അവൈലബിൾ ആണ്. ഓ ശരി. പിന്നെ ഇതിന്റെ ലെങ്തും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെങ്ത് നമുക്ക് സാധാരണ രീതിയിൽ വരുന്നത് 100 മീറ്ററിന്റെ റോളാണ്. 10 mm വരെ 100 മീറ്ററിന്റെ റോളാണ് വരുന്നത്. അതിനുശേഷമുള്ള കംപ്ലീറ്റ് 6 മീറ്ററിന്റെ ലെങ്ത് വരുന്നത്. ശരി. കുറച്ചായിട്ട് കൊടുക്കാൻ പറ്റത്തില്ലേ? കുറച്ചായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിന്റെ കട്ടിങ് ചാർജ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ. നമുക്ക് എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? ഇത് എവിടുന്നാണ് വാങ്ങിക്കുന്നത്? ഇത് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളിത് ഡെലിവറി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഇത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെന്താ ഈ ഒരു സംഭവം? സാറേ, ഇതേ മെറ്റീരിയലിന് തന്നെ പൈപ്പാണിത്. ഇത് PVC അല്ല, PVC അല്ല, ഇരുമ്പും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതും കൃഷിക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓ ശരി. ഇതും ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് ആണ്. ശരി. അപ്പൊ ഇതും നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. അതെന്ന് വെച്ചാല് നമ്മുടെ ഈ
സ്പ്രിംഗ്ലർ, ആ ആ അതായത് എപ്പോഴും നനയുന്ന അവസ്ഥയിൽ ഉള്ള എല്ലാ കൃഷി ആവശ്യങ്ങൾക്കും എല്ലാ കൃഷിക്കും നമുക്ക് നനവ് ആവശ്യമാണ്. അതെ അതെ ആ നനയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇരുമ്പാണെങ്കിലും പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. പോവും. സാധാരണ സ്പ്രിംഗ്ലറിന് കൊടുക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ സ്പ്രിംഗ്ലർ ഉണ്ടായിരുന്നതാ, അതെല്ലാം ഒടിഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കംപ്ലൈന്റ് ആകുക ചെയ്യുന്നത്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതിന്റെ അളവ് എങ്ങനെയാണ്? പല അളവിൽ അതായത് ഇത് 1 ഇഞ്ച് തൊട്ടിട്ട് ഏകദേശം 2 ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓ ശരി. അതായത് 6 മീറ്റർ ലെങ്തിൽ 6 മീറ്റർ ലെങ്ത് ആണ്. 6 മീറ്റർ ലെങ്ത് ആണ് ഒരു പൈപ്പ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇത് എല്ലാ രീതിയിലും പൈപ്പ് മാത്രമല്ല ഇതിന്റെ ആംഗിള്, റെക്ടാങ്കിള്, സ്ക്വയർ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പൈപ്പുകളും നമുക്ക് അവൈലബിൾ ആണ്. ആണല്ലേ? ശരി. അപ്പൊ ഇപ്പം PVC നിന്ന് മാറിയിട്ട് ഇപ്പൊ ഫൈബർ ഗ്ലാസ്സിലേക്ക് അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൃഷിയുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്പ്രിംഗ്ലറിന്റെ കാര്യം എടുത്തു പറഞ്ഞത് അത് ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഇത് രണ്ടും ബിൽഡിംഗ് മെറ്റീരിയലാണ്. പക്ഷേ ഇതങ്ങനെ കൃഷിക്ക് ഉപയോഗപ്രദമാകാം എന്നുള്ളതാണ് നമ്മൾ ഇത് പറയുന്നെങ്കിലും കർഷകർ ആലോചിച്ച് വരുമ്പം ഇതിന്റെ അപ്പുറത്ത് വേറെ ലെവലിലേക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ മെറ്റീരിയൽ കാണുമ്പോൾ യൂസേജ് വേറെയാണ്. അതെ അതെ. ശരിക്കും ഇത് പെപ്പറിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളും ചിന്തിച്ചിരുന്നില്ല. ഇത് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു. കോൺക്രീറ്റിന്റെ ഉള്ളിൽ പോകാൻ വേണ്ടി നമ്മൾ TMDക്ക് വേറെ ഉപയോഗിക്കുന്ന കമ്പിയാണ്. അതെ അതെ. പക്ഷെ അതിപ്പോ യൂസേജ് വരുന്നത് ഒരു കർഷകനെ സംബന്ധിച്ച് യൂസേജ് വേറെ. അതെ 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 അതെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതൊക്കെ നോക്കിയാലോ? ഓക്കെ. അപ്പൊ ഇതുപോലെയാണ് പെപ്പറിന് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതെ. പൈപ്പിൽ ഉപയോഗിക്കുന്ന പൈപ്പിൽ നമ്മൾ കയറ്റുന്ന പെപ്പറിന് സാധാരണ രീതിയിൽ ഇതേപോലെ ഹോൾസ് ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് ആവശ്യമായ വെയിറ്റ് തിക്നെസ് ഉള്ള കമ്പികൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഓ ശരി. ഓക്കെ. അപ്പൊ ഇത് ചൂടടിക്കത്തില്ല, നല്ല വെയിറ്റ് താങ്ങിക്കോളും അല്ലേ? അതായത് നമ്മൾ കുറച്ചും കൂടി തിക്നെസ് ഉള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വെയിറ്റ് അനുസരിച്ച് നമുക്ക് എത്ര വെയിറ്റ് വരും അതിനനുസരിച്ചുള്ള തിക്നെസ് ഉള്ള കമ്പികൾ 12 mm 16 mm ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. ശരി. അപ്പൊ ഇത് പിന്നെ ഇത് നമ്മൾ പറയുന്നത് പൈപ്പിൽ പെപ്പർ കൃഷി ചെയ്യുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ കോൺക്രീറ്റ് പോസ്റ്റിൽ നമ്മൾ പെപ്പർ കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. കോൺക്രീറ്റിനകത്ത് കമ്പിക്ക് പകരം ഇത് ചെയ്യുന്നവരുണ്ട്. വയനാട്ടിൽ ചെയ്യുന്നവരുണ്ട്, ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതെ അതെ. അപ്പൊ ഇപ്പം PVC പേപ്പർ അല്ലാതെ ക്രോസ് കൊടുക്കാനും ഒക്കെ ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അത് കൂടാതെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഫുഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ അതിനും ഈ പറഞ്ഞതുപോലെ തിക്നെസ് കുറച്ചുകൂടെ ഉള്ളതെടുക്കാം. അതായത് നമ്മൾ വർഷം കഴിയുന്തോറും ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ വെയിറ്റ് കൂടി വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ളതാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഇതേപോലെ ടയറിൽ നമ്മളിപ്പോൾ കാണിച്ച പോലെ ഓട്ട ഇട്ടിട്ട് ഇതിന്റെ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്യണം. തിക്നെസ് എപ്പോഴും നമുക്ക് കൂട്ടിയിടുന്നതാണ് നമുക്ക് ഡ്യൂറബിലിറ്റി കൂടുതലായിട്ട് കിട്ടും. അതിപ്പോൾ എന്ത് സാധനമാണെങ്കിലും അങ്ങനെയാണ്. കാരണം ഇതൊക്കെ 20-30 വർഷമൊക്കെ നിൽക്കേണ്ടതാണല്ലോ. ഒരു 16 mm 12 mm മേലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും 10-40 വർഷം കിടന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് തുരുമ്പടിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് വലിയൊരു കാര്യം അല്ലേ? അപ്പൊ നമുക്ക് കോസ്റ്റൽ ഏരിയയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് കോസ്റ്റൽ ഏരിയയിൽ ഏറ്റവും നല്ല സാധനമല്ലേ പന്തലിന് ഉപയോഗിക്കാം. വെർട്ടിക്കലായിട്ടും അങ്ങനെ വേണമെങ്കിലും നമുക്കിത് വിരിച്ച് പന്തലായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് പന്തല് വർഷങ്ങളോളം കിടക്കേണ്ടതാണ്. വളച്ച് നമുക്ക് ഈ ഗ്രീൻ ഹൗസ് അതുപോലെ പോളി ഹൗസിന് ഉപയോഗിക്കാം. അതിന് വളയും. അത് നമുക്കിത് ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വളയാത്തത്. നമുക്ക് ഗ്രീൻ ഹൗസിനൊക്കെ നമുക്ക് വലുത് വേണമല്ലോ. ഈ തിക്നെസ്സിനനുസരിച്ചുള്ളതുണ്ട്. ഇതും ലെങ്ത് വൈസ് ആണെങ്കിൽ വളയും. ലെങ്ത് വൈസ് ആണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം സാറിന്. ഇത് അതുപോലത്താണല്ലേ? ഇത് അതേപോലെയാണ്. ഓ ശരി. ഇതിപ്പോ 6 മീറ്ററിന്റെ പീസാണ്. ഇത് വളരെ കുറച്ച് വലിയ പോളി ഹൗസ് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ലെങ്ത് കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. വലിയ തിക്നെസ് ഉള്ളത് എടുത്ത് നമുക്ക് സുഖമായിട്ട് ഇതിന് വെർട്ടിക്കലായിട്ട് ഇതേ പീസ് തന്നെ കൊടുത്തിട്ട് നമുക്ക് പോളി ഹൗസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓ ശരി. അപ്പൊ കൊള്ളാലോ, സംഗതി അടിപൊളിയാണല്ലോ ഇത് ശരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ നഴ്സറികളിലും അഗ്രികൾച്ചർ ഏരിയയിലും ഒക്കെ എന്നും വെള്ളവും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്ട് ഒന്നും ഏൽക്കാത്ത ഒരു മെറ്റീരിയലാണ്. അതെ ശരിക്കും. പെസ്റ്റിസൈഡ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തുരുമ്പടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പോകും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു തക്കാളി അല്ലെങ്കിൽ അതുപോലുള്ള സാധനം പെട്ടെന്ന് താഴെ ഒടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ അല്ലേ? അതെ അതെ. അപ്പൊ പന്തലുകൾക്കും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ സാറേ? അപ്പം സംഗതി അടിപൊളിയാണ്. ഷൈസ്റ്റാറിന്റെ ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ്. അപ്പൊ പല വലിപ്പത്തിലും ഏത് വലിപ്പം വേണോ അതിനനുസരിച്ച് തിക്നെസ് ഇതുകൊണ്ട് ഇതിന്റെ പൈപ്പുകൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, അതുമെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ അയച്ചു കൊടുക്കും അല്ലേ? അതെ, ഞങ്ങൾ ഓൺലൈനായിട്ട്
അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡീലർഷിപ്പും കൊടുക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ. അത് സ്റ്റീൽ ഷോപ്പ് അങ്ങനെയുള്ള ഷോപ്പുകളിലേക്കാണ്. ഓക്കെ. ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? സാധാരണയുള്ള നമ്മുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കൂടുതലാവുമോ? ഇല്ല, കുറവാണ് വരുന്നത്. ആണല്ലേ? ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചാണെങ്കിൽ മൊറലും സെയിം ആണ്. ഓ. പിന്നെ ഇത് റേറ്റ് നമുക്ക് ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ മീറ്റർ റേറ്റ് നമുക്ക് അവൈലബിൾ ആക്കാം. ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഞാനിപ്പോൾ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഇത് കോൺടാക്ട് ചെയ്യുക. സംഗതി അടിപൊളിയാണ്. ഈ പറഞ്ഞതുപോലെ എന്ത് കൃഷിക്കുള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വലിയ കാര്യം കേട്ടോ. തുരുമ്പ് പിടിക്കത്തില്ല. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പം മലയുടെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഓക്കെ, സംഗതി അടിപൊളിയാണ്. അപ്പോൾ തൽക്കാലം നിർത്താം. അപ്പോൾ നിങ്ങൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ? ഓക്കെ സർ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.